പെർഫോമൻസ് മാനേജ്മെന്റിൽ നമ്മളിപ്പോൾ HR നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്ന KRA, KPA, കീ റിസൾട്ട് ഏരിയാസ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഇത് വലിയ കോർപ്പറേറ്റുകൾ ജാർഗൻസ് ആണ്. നമ്മുടെ SME സെഗ്മെന്റിൽ ഇത് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമാണ്. ഒരുപക്ഷെ നമുക്കൊരു ബിസിനസ് ഓണറെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ HR ടീമിനെ പഠിപ്പിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മാനേജ്മെന്റ് ഒന്നാവുന്നില്ലല്ലോ. ഇത് കേട്ടിരിക്കുന്ന ഈ പ്രേക്ഷകർക്ക് സാധാരണക്കാരനായ സംരംഭകനാണ്, അവർ മനസ്സിലാവും KRA, KPA എന്നും പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയി ഇറങ്ങി ഓടും. അത് വളരെ സിമ്പിൾ ആക്കി നമ്മൾ ഗോൾസ് ആൻഡ് സ്കിൽസ് എന്ന് മാത്രം പറയാം ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ അപ്രോച്ച് തന്നെ അങ്ങനെയാണ്. നമ്മളെ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു 4-5 ഏരിയയിൽ ഒരു ഹൈ ലെവൽ ഗോൾ സെറ്റ് ചെയ്യും. ഒരു പക്ഷേ ഒരു CEO ഗോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറുടെ ഒരു ഗോൾ. അതിനുശേഷം അയാൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മാനേജേഴ്സിനും ഈ ഗോളിനെ ബേസ് ചെയ്തിട്ട് മറ്റുള്ള ഗോളുകൾ സെറ്റ് ചെയ്യും. അങ്ങനെ ഏറ്റവും താഴെയുള്ള എംപ്ലോയീസിന് വരെ അവിടെ ഒരു ഗോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഗോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ആ വേർഡ് വളരെ സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി ഈ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള സ്കിൽ സെറ്റുകളും മാപ്പ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ 5 സ്കിൽ സെറ്റ് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 അയാൾക്ക് ഓൾറെഡി ഉണ്ടാവും. അടുത്ത 2 ഈ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടത് അയാളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതിനും ഒരു സോഫ്റ്റ്വെയർ എനേബിൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.